ഹമാസ് നേതാവ് സാലിഹ് അൽ ആറൂറിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കി ഹൂത്തികൾ. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ 2 മിസൈലുകൾ തൊടുത്തുവിട്ടു. ചെങ്കടലിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി ഇന്ന് പ്രത്യേക യോഗം ചേരും. BK സുഹൈൽ വിവരങ്ങളുമായി ചേരുന്നു. സുഹൈൽ, ആരൂരിയുടെ കൊലപാതകത്തോടെ എന്താണ് പ്രതികരണം ഹമാസിന്റെ, ഇറാന്റെ, ഹിസ്ബുള്ളയുടെ? അജിംസ്, കഴിഞ്ഞ ദിവസം ലബനാനിലെ ബൈറൂത്തിലാണ് ഹമാസിന്റെ നേതാവ് സാലിഹ് അൽ ആറൂരി കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകത്തിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഹമാസും അതേപോലെ തന്നെ ഇറാനും ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഹൂത്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത വില ഇതിന് ഇസ്രായേൽ നൽകേണ്ടി വരും എന്ന് ഇവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതികരണം ഇന്ന് ചെങ്കടലിൽ കാണുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം അതിശക്തമായ ഒരു ആക്രമണത്തിന് ഹൂത്തികൾ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി 2 മിസൈലുകൾ ഇന്ന് ഹൂത്തികൾ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അയച്ചതായി അമേരിക്ക തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ ശക്തമായ ആക്രമണം ഈ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഉണ്ടാകും എന്നുള്ള സൂചന വരുന്നു. ഇസ്രായേലിൻ്റെ ഒരു പറ്റം സൈനികരെ അങ്ങോട്ട് അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ചെങ്കടൽ ഇനി പ്രക്ഷുബ്ധമാകും എന്നുള്ളതിൻ്റെ സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UN സുരക്ഷാ കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി പ്രത്യേകമായ യോഗം ചേരുകയാണ്. UN സുരക്ഷാ കൗൺസിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം യോഗങ്ങൾ ചേർന്നിരുന്നത് ഗസ വിഷയം ചർച്ച ചെയ്യാനും അതിൽ ഒരു വെടിനിർത്തലുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയെ പിടിച്ചുകുലുക്കുന്ന ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി പ്രത്യേകമായ യോഗങ്ങൾ ചേരുകയാണ്. ചെങ്കടലിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ അവരുടെ യുദ്ധക്കപ്പൽ അയച്ചിരുന്നു. അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൂത്തികളുടെ 3 ബോട്ടുകൾ ചെങ്കടലിൽ അമേരിക്ക താഴ്ത്തിക്കളയും അതിൽ 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൂത്തികൾ ടെഹ്റാനിലെത്തിയിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഇറാൻ യുദ്ധക്കപ്പൽ അയച്ചിരുന്നത്. ഏതായിരുന്നാലും പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന സൂചനയാണ് ഇറാനും അതേപോലെ തന്നെ ഇറാനുമായി സഹകരിക്കുന്ന ഷിയ മിലീഷ്യകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹിസ്ബുള്ളയുടെ ആക്രമണം മുൻകൂട്ടി കണ്ടിരുന്നു ഇസ്രായേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വടക്കൻ ഗസയിൽ നിന്നുള്ള വലിയൊരു വിഭാഗം സൈനികരെ ഇപ്പോൾ ഇസ്രായേൽ പിൻവലിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ 3ാമത്തെ ഘട്ടമായിട്ടാണ് യുദ്ധ നിരീക്ഷകർ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഗസയിലുള്ള കൂടുതൽ സൈനികരെ പിൻവലിക്കുക, ഗസയിൽ വ്യോമാക്രമണത്തിൽ പരിമിതപ്പെടുത്തുക, പ്രത്യേകമായി ഹമാസിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ചില ആക്രമണങ്ങൾ നടത്തുക, അതിന് ഹിസ്ബുള്ളയുടെ ആക്രമണം വരുമ്പോൾ ഈ മേഖലയിൽ വടക്കൻ ഗസയിൽ നിന്ന് മാറ്റിയിട്ടുള്ള സൈനികരെ ലബനാൻ അതിർത്തിയിൽ നിയോഗിക്കുക, ഇങ്ങനെയുള്ള ഒരു തന്ത്രത്തിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇസ്രായേലിനുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ വലിയ സംഘർഷങ്ങളും രൂപപ്പെടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം അവരുടെ റിസർവ് ഗവർണർ ഈ സർക്കാരിന് നൽകിയ ചില മുന്നറിയിപ്പുകൾ. സാമ്പത്തികമായി ഇസ്രായേൽ തകരുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ അവർ നൽകുന്നു. കാരണം ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. കാരണം നിരവധി ചെലവുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. യുദ്ധത്തിനു വേണ്ടി ഇത്രയധികം സമ്പത്ത് ചെലവഴിച്ചാൽ ഇസ്രായേൽ പോകുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും എന്ന മുന്നറിയിപ്പ് വരികയാണ്. ഏതായിരുന്നാലും യുദ്ധത്തിൻ്റെ 2 ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കാനോ ഹമാസിനെ തോൽപ്പിക്കാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. പിന്നീട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഹമാസിൻ്റെ നേതാക്കളെ വധിച്ചുകൊണ്ട് വിജയം ആഘോഷിക്കാനുള്ള ചില തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനും ഈ സംഘടന ഹമാസും അതേപോലെ തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനുമെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ചെങ്കടൽ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, മറ്റൊരു കാര്യം, ഈ UN സുരക്ഷാ കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനം ഫ്രാൻസിന് ലഭിച്ചിരിക്കുകയാണ്. ഫ്രാൻസ് സ്ഥിരാംഗം കൂടിയാണ്. അവരുടെ ഒരു പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ? ഫ്രാൻസിൻ്റെ കൂടി അധ്യക്ഷതയിലാണ് അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കൂടി മുൻകൈയിലാണ് ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പ്രത്യേക ചർച്ചയിലേക്ക് വരുന്നത്. നേരത്തെ, അതായത് ഒക്ടോബർ 7 സമയത്ത് ഫ്രാൻസ് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലല്ല, ഒരു നിലപാടിലല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇസ്രായേലിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ആവശ്യമാണ് എന്ന് തന്നെയാണ്. നമുക്ക് നേരത്തെ എല്ലാം കണ്ടു. UN സെക്യൂരിറ്റി കൗൺസിലിൽ അടിയന്തരമായിട്ടുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന പ്രമേയങ്ങളിലെല്ലാം ഫ്രാൻസ് ആ വെടിനിർത്തൽ വേണം എന്ന നിലപാടിലായിരുന്നു. അമേരിക്ക മാത്രമായിരുന്നു താൽക്കാലികമായ ഒരു വെടിനിർത്തൽ പോലും വേണ്ട എന്ന നിലപാടിൽ പോയിരുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാട് പൂർണ്ണമായും ഗസയോടൊപ്പം അല്ലെങ്കിൽ ഫലസ്തീനോടൊപ്പം എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഇങ്ങനെ അനന്തമായി യുദ്ധങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനെയും അതേപോലെ തന്നെ
ഈ അധിനിവേശാനന്തരം ഗസ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിനെയും എതിർക്കുക എന്ന ഒരു നിലപാട് തന്നെയാണ് ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധ്യക്ഷസ്ഥാനമെല്ലാം ഫ്രാൻസിനാണ് എന്ന് നമ്മൾ പറയുമ്പോഴും സുരക്ഷാ കൗൺസിലിൽ വീറ്റോ പവറുള്ള അമേരിക്കയുടെ നിലപാട് എല്ലാ സന്ദർഭത്തിലും വളരെ പ്രധാനമാണ്. അമേരിക്ക ചെറിയ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പൂർണ്ണമായും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതിനെയും യുദ്ധാനന്തരം ഗസ പിടിച്ചെടുക്കുന്ന നിലപാടിനെയും എതിർക്കുന്ന ചില കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില പ്രത്യേകമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ നിലപാട്, അതായത് വെസ്റ്റ് ബാങ്കിലടക്കം ഈ അധിനിവേശ കയ്യേറ്റക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളെ എതിർക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്തു. അതേപോലെ ഈ ഗസയിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന നിലപാട് അത് പറ്റില്ല എന്ന നിലപാടിലേക്കും അമേരിക്ക പോയി. ഈ 2 നിലപാടുകൾക്കെതിരെ ഇസ്രായേലിനുള്ളിലെ മന്ത്രിമാർ, തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വളരെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. ഇറ്റാമർ ബെൻഗിർ ദേശീയ സുരക്ഷാ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റായി ഇസ്രായേലിനെ കണക്കാക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടേത് മറ്റൊരു രാജ്യമാണ് എന്നടക്കമുള്ള തീവ്രമായ നിലപാടുമായി ആന്റണി ബ്ലിങ്കനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലടക്കം വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഈ അധിനിവേശം കാരണമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് അടുത്ത വെള്ളിയാഴ്ച ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് വരാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹം മരവിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ലബനാനിൽ ബൈറൂത്തിൽ നടത്തിയ ആക്രമണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ ആക്രമണം അമേരിക്കയെ ഇസ്രായേൽ അറിയിച്ചിരുന്നില്ല, യാതൊരുവിധ അറിവും അമേരിക്കക്കുണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും UN സുരക്ഷാ കൗൺസിൽ ചേരുമ്പോൾ ഇതുവരെ അമേരിക്കയുടെ സമ്പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. ചെങ്കടൽ വിഷയത്തിൽ തീർച്ചയായും ഇസ്രായേലിനും പാശ്ചാത്യ ചേരിക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നതിൽ നെതന്യാഹുവിന് അമേരിക്കയുടെ ഒരു പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി, BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.